بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ما بعد പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിർബന്ധമാക്കി തന്നിട്ടുള്ള 5 വഖത്ത് ഫർള് നിസ്കാരം, ഈ നിസ്കാരം നിർവഹിക്കാതെ അത് നിസ്സാരമായി കാണുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലും കുടുംബത്തിലും സമൂഹത്തിലുമുണ്ട്. അവരോടൊക്കെയും എനിക്ക് പറയാനുള്ളത്, 5 വഖത്ത് നിസ്കാരം അത് നിർബന്ധമാണ്. ആ നിസ്കാരം നിർവഹിച്ചില്ലെങ്കിൽ, അത് നിങ്ങൾ നിസ്സാരമായി കാണുകയാണെങ്കിൽ, എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ: നിങ്ങളുടെ ജീവിതത്തിലും മരണത്തിലും മരണാനന്തരം നൽകുന്ന ഖബർ ജീവിതത്തിലും നാളെ പടച്ച റബ്ബിന്റെ കോടതിയിലും നൽകുന്ന ശിക്ഷകളെ കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും ഓർത്തിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ തന്നെ, നിസ്കരിക്കാത്ത ഒരാളുടെ ജീവിതത്തിൽ അള്ളാഹു നൽകുന്ന 6 ശിക്ഷകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ നമുക്ക് ഖബർ ജീവിതവും നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ നൽകുന്ന ശിക്ഷകളെ കുറിച്ചൊക്കെയും നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ പരമാവധി ഫോളോ ചെയ്യണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി വിഷയത്തിലേക്ക് കടക്കുന്നു. പടച്ച റബ്ബ് നൽകുന്ന ശിക്ഷകളെ കുറിച്ച്. 5 വഖത്ത് ഫർളായ നിസ്കാരം നിർവഹിക്കാതെ അത് നിസ്സാരമായി കാണുന്ന ആളുകൾ, അവർക്ക് മഹാന്മാർ പഠിപ്പിച്ചു തരുന്ന 6 ശിക്ഷകളെ കുറിച്ച് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം. 1, 5 വഖത്ത് നിസ്കാരം നിർവഹിക്കാതെ അത് നിസ്സാരമായി കാണുന്നവർക്ക് ജീവിതത്തിൽ ഒരിക്കലും ബറക്കത്തില്ല എന്നുള്ളതാണ്. അവൻ എത്ര അധ്വാനിച്ചിട്ടും എത്ര കഷ്ടപ്പെട്ടും എത്ര സമ്പാദിച്ചിട്ടും കാര്യമില്ല. മറിച്ച് അവന്റെ ജീവിതത്തിലും അവന്റെ സമ്പാദ്യത്തിലും അവന്റെ ഏതൊരു ഏർപ്പാടുകളിലും ബറക്കത്തുണ്ടാവുകയില്ല എന്നുള്ളതാണ്. അവൻ ചെയ്യുന്ന ജോലിയിൽ ബറക്കത്തുണ്ടാവില്ല, അവൻ ചെയ്യുന്ന കച്ചവടത്തിലും ബറക്കത്തുണ്ടാവില്ല, അവന്റെ ദാമ്പത്യ ജീവിതത്തിലും ബറക്കത്തുണ്ടാവുകയില്ല, അവന്റെ വീട്ടിലും ബറക്കത്തുണ്ടാവുകയില്ല. അങ്ങനെ ഒരു മനുഷ്യന്റെ 5 വഖത്ത് ഫർള് നിസ്കാരം അവൻ നിർവഹിക്കാതെ അത് നിസ്സാരമായി കാണുകയാണെങ്കിൽ അവന്റെ ജീവിതത്തിൽ ബറക്കത്തില്ലെന്ന് മഹാന്മാർ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. രണ്ടാമത്തത്, ഈമാനിന്റെ പ്രകാശം അവരുടെ മുഖത്ത് നിന്ന് അള്ളാഹു എടുത്തു കളയും. അവന്റെ മുഖത്തിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല ഈമാനിന്റെ പ്രകാശം ഊരിക്കളയും, നിസ്കരിക്കാത്തവന്റെ മുഖത്തിൽ നിന്നും. അതുകൊണ്ട് തന്നെ അവന്റെ മുഖം ഒരിക്കലും ഈമാനോടെ പ്രകാശിക്കാൻ സാധിക്കുകയില്ല. മൂന്നാമതായി പറയുന്നത്, അവൻ ഏത് നല്ല കാര്യങ്ങൾ ചെയ്താലും അതിനൊന്നും കൂലി ലഭിക്കുകയില്ല. 5-മതായി പറയുന്നത്, ജനങ്ങളുടെ ദേശത്തിനും ആക്ഷേപത്തിനും അവൻ ഇരയാകും എന്നുള്ളതാണ്. ജനങ്ങളൊക്കെയും അവനോട് ദേഷ്യപ്പെടും, ജനങ്ങളൊക്കെയും അവനെ ആക്ഷേപിക്കും. ആ രൂപത്തിൽ ജനങ്ങളുടെ മുമ്പിൽ അവൻ ഫളീലത്തിലാകും, ജനങ്ങളുടെ മുമ്പിൽ അവൻ ഒരു മോശക്കാരനായി ചിത്രീകരിക്കും. ഒരാളുടെ മുമ്പിലും അഭിമാനത്തോടെ അന്തസ്സോടെ അവനിക്ക് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പടച്ച റബ്ബിന്റെ 5 വഖത്ത് നിസ്കാരം അത് നിലനിർത്തേണ്ട സാഹചര്യത്തിൽ അത് ഒഴിവാക്കി കളഞ്ഞ് അവൻ ജനങ്ങളെ സേവിക്കാൻ ഒരാൾ ഇറങ്ങിയാൽ ഒരിക്കലും അതിന് നിലനിൽപ്പുണ്ടാവുകയില്ല. 6-മതായി മഹാന്മാർ പറയുന്നത്, സ്വാലിഹീങ്ങളുടെ ദുആകളിൽ ഇവനെ ഒരിക്കലും ചേർക്കപ്പെടുകയില്ല. നീ നിസ്കരിക്കാതെ നീ സ്വലാത്ത് മജ്ലിസിലേക്ക് പോയിട്ട് ഒരു കാര്യവും ഇല്ല, നീ ദിക്റിന്റെ മജ്ലിസിലേക്ക് പോയിട്ട് ഒരു കാര്യവുമില്ല, മൗലിദിന്റെ മജ്ലിസിലേക്ക് പോയിട്ട് ഒരു കാര്യവുമില്ല. 5 വഖത്ത് നിസ്കാരം അത് നിർബന്ധമായ ഘടകമാണ്. മറ്റുള്ള നല്ല പ്രവർത്തനങ്ങൾ നീ ചെയ്താൽ കൂലി കിട്ടും, ചെയ്തില്ലെങ്കിൽ നിനക്ക് ശിക്ഷ ഏതായാലും കിട്ടൂല. നിസ്കാരം അത് നിലനിർത്തൽ നിർബന്ധമാണ്, നിസ്കരിക്കൽ നിർബന്ധമാണ്. നിസ്കരിച്ചില്ലെങ്കിൽ അള്ളാഹു നിന്നോട് ചോദിക്കുക തന്നെ ചെയ്യും, അതിനുള്ള ശിക്ഷ ഭയാനകരമാണ്. ഇനി ഈ 6 ശിക്ഷകളെ കുറിച്ച് മഹാന്മാർ പറഞ്ഞതിന് ശേഷം അവർ ഒന്നും കൂടി സൂചിപ്പിക്കുന്നുണ്ട്, ഇവൻ മരിക്കുന്ന സമയത്ത് ഇവൻ ദാഹിച്ചിട്ട് മരിക്കും. ഇവൻ എത്ര വെള്ളം കിട്ടിയാലും ഇവന് മതിയാവുകയില്ല. ഇവൻ മരിക്കുന്ന സമയത്ത് വിശന്നിട്ടായിരിക്കും ഇവൻ മരിക്കുക. അവൻ എത്ര ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിലും മരണസമയത്ത് അവൻ വിശന്നിട്ടായിരിക്കും മരിക്കുക, ദാഹിച്ചിട്ടായിരിക്കും മരിക്കുക. ആര് എത്ര വെള്ളം കൊടുത്താലും അവന് കാര്യമില്ല.
അത്രത്തോളം പ്രയാസകരമാണ് മരണത്തിലേക്ക് കടക്കുന്ന ആ ഒരു ജീവിതം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഹൈറായ നിലക്ക് അവൻ പൊരുത്തപ്പെടുന്ന നിലക്ക് ജീവിക്കാൻ, 5 വഖത്ത് നിസ്കാരം നിലനിർത്തി തന്നെ ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി, ആരെങ്കിലും നിസ്കാരം ഖളാ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് നിർവഹിക്കണം. അതിനെക്കുറിച്ചൊക്കെയും മുമ്പത്തെ ക്ലാസ്സുകളിൽ നിസ്കരിക്കാൻ മനസ്സ് തോന്നണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് മുമ്പത്തെ ക്ലാസ്സിലൊക്കെയും നമ്മൾ ചർച്ച ചെയ്തതാണ്. അതൊക്കെയും നിങ്ങൾ കാണണമെന്ന് ഓർമ്മപ്പെടുത്തി മറ്റു വിഷയങ്ങളൊക്കെയും ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.